ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ തുടക്കം കുറിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പദത്തിൽ നിതീഷ് കുമാറിന് 10ാം ഊഴം. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച വരെ. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. ബ്രസീലിന്റെ ദി ബ്ലൂ ട്രെയിൽ ഉദ്ഘാടന ചിത്രം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി കരീബിയൻ രാജ്യമായ കുറസാവോ. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ പരിവർത്തനാത്മക സംരംഭമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. NITയുടെ 5ാമത് വാർഷിക കൺവെൻഷനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാങ്കേതികവിദ്യ രാജ്യത്തെ എല്ലാ പൌരന്മാരിലും എത്തിക്കാൻ കഴിഞ്ഞതിലൂടെ നിരവധി അവസരങ്ങൾ ലഭ്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടുന്നതിൽ രാജ്യം നിർണായക സംഭാവന നൽകുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. हमारा देश आत्मविश्वास तथा नई ऊर्जा के साथ विकसित भारत के लक्ष्यों की ओर आगे बढ़ रहा है. ये संकल्प केवल आर्थिक प्रगति तक सीमित नहीं है, बल्कि समावेशी विकास, तकनीकी उन्नति, आर्थिक प्रगति और पर्यावरण संरक्षण से भी जुड़ा हुआ है. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം കോയമ്പത്തൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പരിസ്ഥിതി ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. भारत नेचुरल फार्मिंग का ग्लोबल हब बनने के रास्ते पर है. हमारी बायोडायवर्सिटी एक नया आकार ले रही है. देश के युवा भी अब एग्रीकल्चर को एक मॉडर्न स्केलेबल अपॉर्चुनिटी के रूप में देख रहे हैं. इससे देश की रूरल इकोनॉमी को बहुत बड़ी ताकत मिलने जा रही है. PM കിസാൻ പദ്ധതിയുടെ 21ാം ഗഡുവും പ്രധാനമന്ത്രി കർഷകർക്ക് കൈമാറി. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിലെത്തിയത്. സത്യസായി ബാബയുടെ ആശയങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മാർഗദർശനമാണെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. സത്യസായി ബാബയുടെ സ്മരണാർത്ഥമുള്ള തപാൽ സ്റ്റാമ്പും നാണയവും ശ്രീ നരേന്ദ്രമോദി പുറത്തിറക്കി. പ്രശാന്തി നിലയത്തിലെ സത്യസായി ബാബ മഹാസമാധിയിൽ പ്രധാനമന്ത്രി പ്രണാമം അർപ്പിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ഗാന്ധി മൈതാനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. ഇന്ന് പട്നയിൽ ചേർന്ന യോഗം NDAയുടെ നിയമസഭാ കക്ഷി നേതാവായി ശ്രീ നിതീഷ് കുമാറിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് ഗവർണറെ കണ്ട് NDA നേതാക്കൾ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മന്ദുറോവോയുമായി കൂടിക്കാഴ്ച നടത്തി. അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വർഷം ഓഗസ്റ്റിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങളിലുണ്ടായ പുരോഗതി വിലയിരുത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നാളെ ഇസ്രായേലിലെത്തും. ഇസ്രായേലി നേതൃത്വവുമായി അദ്ദേഹം ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തും. 60 അംഗ പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിക്ക് ഒപ്പമുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് എയ്റോസ്പേസ് മെഡിസിന്റെ 64ാമത് വാർഷിക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ബംഗളൂരുവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ 2 ദിവസത്തെ സമ്മേളനത്തിന് വേദിയാകും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള 300-ലേറെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2035ഓടെ പൂർണ്ണമായും പാസ്പോർട്ടുകളിലേക്ക് മാറാനൊരുങ്ങി രാജ്യം. പാസ്പോർട്ട് സേവാ പദ്ധതി 2.0യ്ക്ക് കീഴിൽ പുതുതായി നൽകുന്ന എല്ലാ പാസ്പോർട്ടുകളും പാസ്പോർട്ടുകളായി മാറും. എന്നാൽ നിലവിലുള്ള ഇലക്ട്രോണിക് ഇതര പാസ്പോർട്ടുകൾ കാലഹരണപ്പെടുന്നതുവരെ സാധുവായിരിക്കും. ഇന്ത്യ AI ഇംപാക്ട് പ്രീ സമ്മിറ്റ് കോൺഫറൻസ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ചീഫ് സെക്രട്ടറി A. ജയതിലക് മുഖ്യാതിഥിയാകും. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യയും ISACA തിരുവനന്തപുരം ചാപ്റ്ററുമായി സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് സമ്മേളനം.
കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ അൻമോൾ ബിഷ്ണോയിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തി അമേരിക്ക. ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരനും അടുത്ത അനുയായിയുമായ അൻമോൾ ബിഷ്ണോയിയെ NIA നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 2022 മുതൽ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ നടക്കുന്ന ജൻജാതീയ ഗൌര ദിവസ് ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. തെലങ്കാനയിൽ രാഷ്ട്രപതി നിലയത്തിൽ സംഘടിപ്പിക്കുന്ന ഭാരതീയ കലാ മഹോത്സവ് 2025 ശ്രീമതി മുർമു പങ്കെടുക്കും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും രാഷ്ട്രപതി സംബന്ധിക്കും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. SIR നടപടിക്രമങ്ങൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ തിരുവനന്തപുരത്ത് ചേർന്ന പൊതുനിരീക്ഷകരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണം നടത്തുന്നതിന് പൊതുനിരീക്ഷകർ പ്രവർത്തിക്കണമെന്നും ശ്രീ A. ഷാജഹാൻ പറഞ്ഞു. പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം സംസ്ഥാനത്ത് മറ്റന്നാൾ അവസാനിക്കും. വൈകിട്ട് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും വാർഡുകളിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. 81 രാജ്യങ്ങളിൽ നിന്നായി 240 ചിത്രങ്ങൾ മേളയിൽ പ്രദർശനത്തിനെത്തും. ഒരു റിപ്പോർട്ട്. ബ്രസീലിയൻ ചിത്രമായ ദി ബ്ലൂ ട്രെയിലാണ് 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. മാർഗോവയിലെ രവീന്ദ്ര ഭവനിൽ ഈ ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നതോടെ മേളയ്ക്ക് തുടക്കമാകും. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളും 5 നവാഗത ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിക്കും. ഫീച്ചർ വിഭാഗത്തിൽ തമിഴ് ചിത്രം അമരനും നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഹിന്ദി ചിത്രം കക്കോരിയും ഉദ്ഘാടന ചിത്രങ്ങളായി പ്രദർശിപ്പിക്കും. ഗോവയിലെ സാംസ്കാരിക കേന്ദ്രങ്ങളും തിയേറ്ററുകളും നാളെ മുതൽ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകരെയും കലാപ്രേമികളെയും സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 28 വരെയാണ് ചലച്ചിത്രമേള. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി കരീബിയൻ രാജ്യമായ കുറസാവോ. ജമൈക്കയുമായി ഗോൾ രഹിത സമനില നേടിയതിന് പിന്നാലെയാണ് ചരിത്ര നേട്ടം. ഗ്രൂപ്പ് ബിയിൽ 12 പോയിന്റുമായി 1-ാം സ്ഥാനക്കാരായാണ് കുറസാവോ ലോകകപ്പ് യോഗ്യത നേടിയത്. 1.56 ലക്ഷം മാത്രമാണ് കുറസാവോയിലെ ജനസംഖ്യ. വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനം, കാലാവധി, സേവനം എന്നിവയുമായി ബന്ധപ്പെട്ട 2021 ട്രൈബ്യൂണൽസ് പരിഷ്കരണ നിയമത്തിലെ നിരവധി വ്യവസ്ഥകൾ റദ്ദാക്കി സുപ്രീംകോടതി. ചെറിയ മാറ്റങ്ങൾ വരുത്തി വ്യവസ്ഥകൾ വീണ്ടും നടപ്പാക്കുകയായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായി അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. എതിർപ്പറിയിച്ച വ്യവസ്ഥകൾ അധികാര വിഭജനത്തിന്റെയും ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന്റെയും തത്വങ്ങൾ ലംഘിക്കുന്നുണ്ടെന്നും അവ തിരികെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്നും പരമോന്നത കോടതി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നതായി ആരോപിച്ച് ജഡ്ജിമാരും മുൻ ഉന്നത ഉദ്യോഗസ്ഥരും തുറന്ന കത്തയച്ചു. 272 പ്രമുഖരാണ് രാഹുലിനെ വിമർശിച്ച തുറന്ന കത്തിൽ ഒപ്പുവച്ചത്. 16 ജഡ്ജിമാരും 14 അംബാസഡർമാരും 133 വിമുക്ത ഭടന്മാരും ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നാളെ മുതൽ തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി കുറയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതി കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ തുടക്കം കുറിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പദത്തിൽ നിതീഷ് കുമാറിന് 10-ാം ഊഴം. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച വരെ. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. ബ്രസീലിന്റെ ദ ബ്ലൂ ട്രെയിൽ ഉദ്ഘാടന ചിത്രം.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യമെന്ന നേട്ടം സ്വന്തമാക്കി കരീബിയൻ രാജ്യമായ കുറസാവോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.